2024 ഏപ്രിൽ മാസത്തിൽ ഇവിടെ നീലഗിരിയിലെ താളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിൽ ക്യാമ്പയിനെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. 2024 നവംബർ മാസത്തിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ഹെലികോപ്റ്റർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു. ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിലേക്ക് പോയി പരിശോധന നടത്തുന്നു. രാഹുൽ ഗാന്ധി അവരോട് ഇത് തുറന്ന് പരിശോധിച്ചിട്ട് പോയാൽ മതി, ഈ ബാഗ് നിങ്ങൾ തുറക്കൂ, ഈ പറയുന്ന നാടകങ്ങളും ഷോകളും ഒന്നും അവിടെ നടത്തിയില്ല. രാഹുൽ ഗാന്ധി പുഞ്ചിരിച്ച് ആ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി നേരെ അവിടെ തന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന നേതാക്കന്മാരെ പോയി കണ്ട് കൈകൊടുത്ത് ശാന്തമായി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതൊരു തിരഞ്ഞെടുപ്പ് വിവാദമായി മാറി. കാരണം പക്ഷപാതപരമായിട്ട് മറ്റ് ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നില്ല. ആ സമയത്താണ് BJP മറ്റു ചില ദൃശ്യങ്ങൾ കൂടി പങ്കുവച്ചത്. അവിടെയാണ് അമിത്ഷായുടെ അടക്കമുള്ള ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന, അവരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൽ പണം മാത്രമല്ല ഒഴുക്കുന്നത്, ലഹരി ഒഴുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ തടയുക എന്നുള്ളത്, മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനും അപ്പുറത്തേക്കുള്ള പോസ്റ്ററുകൾ, ക്യാമ്പയിൻ മെറ്റീരിയലുകൾ കൊണ്ടുവരുന്നത്, ഇതെല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒബ്സർവർമാരെ നിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകൾ നിയോഗിക്കുന്നത്. എങ്ങനെയാണ് ചെക്ക് പോസ്റ്റുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചെക്കിംഗ് നടത്തുന്നത്? പ്രധാനമായിട്ടും ഫ്ലൈയിങ് സ്ക്വാഡ്സിനെയും സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസിനെയുമാണ് ഇതിലൂടെ ഉപയോഗിക്കുന്നത്.